പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജീവിതം ഒരു പോരാട്ടമാണ്. ഏത് മേഖലയിലായിരുന്നാലും ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നമുക്കങ്ങനെ വിജയികളായി തീരുവാൻ സാധിക്കും. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. ജീവിതത്തിൻ്റെ പോരാട്ടം വിജയകരമാക്കുന്നതിന് സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ആ ഭാഗത്ത് 13-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെയുള്ള ആ വേദഭാഗത്ത് അവയെല്ലാറ്റിനെയും സംബന്ധിച്ച് വിശദമായി പ്രതിപാദിക്കുവാൻ നമുക്കിപ്പോൾ ഇടമില്ല, സമയമില്ല. എന്നാൽ 2 കാര്യങ്ങൾ അടിവരയിടണം. ഒന്ന്, ഏറ്റവും ഒടുവിലായി 18-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, പ്രാർത്ഥനയിൽ സ്ഥിരപ്പെട്ടിരിപ്പീൻ എന്ന്. പ്രാർത്ഥനയിൽ സ്ഥിരപ്പെട്ടിരിപ്പീൻ. ജീവിത പോരാട്ടത്തിൽ വിജയിയായി തീരുവാൻ പ്രാർത്ഥന സ്ഥിരമായി ഉണ്ടാവണം. പ്രാർത്ഥന ഒരു മന്ത്രമായി ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊള്ളണം. എപ്പോഴും പ്രാർത്ഥന ഹൃദയത്തിൽ മന്ത്രിച്ചു കൊണ്ടേയിരിക്കണം. അധരങ്ങളിലൂടെ അത് മുഖരിതമായി കൊണ്ടേയിരിക്കണം. പ്രാർത്ഥനയുടെ വലിയ ശക്തി നമ്മളുടെ ഈ പോരാട്ടത്തിൽ വിജയികളായി തീരുവാൻ നമ്മെ സഹായിക്കും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ നിർവചിക്കുന്നത്. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ. പോരാട്ടമാണല്ലോ വിഷയം. വാൾ കൊണ്ടാണല്ലോ പോരാടുന്നത്. ആ വാൾ നമ്മൾ ഉണ്ടാക്കുന്ന വാളല്ല, പിന്നെയോ നമ്മൾ പരുവപ്പെടുത്തിയെടുക്കുന്ന നമ്മളുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കുവാൻ കഴിയുന്ന വേദവായനയിലൂടെ ലഭിക്കുന്ന ദൈവവചനമാണ്, ആത്മാവിൻ്റെ വാളാണ്. ഈ പോരാട്ടത്തിൽ 2 സർവായുധവർഗങ്ങളിൽ 2 ആയുധങ്ങൾ, പ്രാർത്ഥനയുടെ സ്ഥിരതയും ദൈവവചന വായനയിലൂടെ ലഭിക്കുന്ന ആത്മാവിൻ്റെ വാളാണ്, പ്രതിരോധ ശക്തിയാണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കണം. ഞാൻ പല പ്രാവശ്യം ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ, ഇന്ന് ദൈവവചനം വായിച്ചോ? ഒരു വചനമെങ്കിലും നമ്മൾ അടിവരയിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞോ ഇന്ന്? തീർച്ചയായും പ്രാർത്ഥനയിൽ മുടങ്ങിപ്പോകാതെ മുൻപോട്ട് പോകുവാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടതാണ്. ജീവിതം പോരാട്ടമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു കഥയുണ്ട്. അക്ബറിൻ്റെ രാജസദസ്സാണ്. അക്ബറിന് ഒരു സമ്മാനവുമായി ഒരു പോരാളി വന്നു. അയാളൊരു അഭ്യാസിയാണ്, യോദ്ധാവാണ്. അതൊരു പടച്ചട്ടയായിരുന്നു ആ സമ്മാനം. അതിൻ്റെ ബലം, ശക്തി ഒന്ന് പരിശോധിക്കണം. അക്ബർ രാജാവ് ആഗ്രഹിച്ചു. ഒരു പ്രതിമയിൽ ഈ പടച്ചട്ട ഇട്ടു. എന്നിട്ട് പടയാളികളോട് വാൾ കൊണ്ട് വെട്ടാനും കുന്തം കൊണ്ട് കുത്താനും ആവശ്യപ്പെട്ടു. 2-3 പേർ പടയാളികൾ ചേർന്ന് നിരന്തരം ആ പടച്ചട്ടയിന്മേൽ വാൾ കൊണ്ട് കുത്തിയും അങ്ങനെ വാൾ കൊണ്ട് വെട്ടിയും കുന്തം കൊണ്ട് കുത്തിയും അതിൻ്റെ ബലം പരിശോധിക്കുകയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പടച്ചട്ട ഊരി നോക്കുമ്പോൾ കണ്ടത് അതിനുള്ളിലുള്ള പ്രതിമ ഉടഞ്ഞു പോയിരുന്നു. അപ്പോൾ അക്ബർ രാജാവ് പറഞ്ഞു, ഇതെന്ത് പടച്ചട്ടയാണ്? ഞാനിത് ധരിച്ചുകൊണ്ട് പോർക്കളത്തിൽ ഇറങ്ങിയാൽ ഞാൻ തരിപ്പണമായി പോവില്ലേ? അപ്പോൾ നിരാശനായി ഈ പോരാളി നിരാശനായി. ആ പടച്ചട്ട ഉണ്ടാക്കിയതിൽ പിഴവ് വന്നോ എന്നുപോലും അദ്ദേഹം
ആശങ്കിച്ചു. രാജാവ് ക്രുദ്ധനായി, ദേഷ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ രാജസദസ്സിലുണ്ടായിരുന്ന ബീർബൽ രാജാവിനോട് പറഞ്ഞു, രാജാവേ, അയാൾക്ക് ഒരവസരം കൂടെ കൊടുക്ക്. യോദ്ധാവ് പണിയെടുത്ത് വീണ്ടും ഒരു പടച്ചട്ട നിർമ്മിച്ചു. അത് രാജധാനിയിൽ കൊണ്ടുവന്നു. അതിന് പ്രതിമയിലിട്ടിട്ട് വീണ്ടും ബലം പരിശോധിക്കാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ ഈ സമ്മാനവുമായി വന്ന യോദ്ധാവ് പറഞ്ഞു, അല്ല, അത് ഞാൻ തന്നെ ധരിക്കാം. നിങ്ങളുടെ പടയാളികൾ ഈ പടച്ചട്ടയുടെ ബലം പരിശോധിക്കട്ടെ. അങ്ങനെ പടയാളികൾ വന്ന് വെട്ടാനും കുത്താനും തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യുദ്ധതന്ത്രജ്ഞത പുറത്തെടുത്തു. മെയ് അഭ്യാസം, ശാരീരികമായ അഭ്യാസത്തിലൂടെ ഈ ആക്രമണത്തിൽ നിന്ന് ഒഴിഞ്ഞും തിരിഞ്ഞും മാറുകയും ആ പടയാളികളിൽ ഒരാളുടെ കയ്യിൽ നിന്ന് വാൾ വാങ്ങി അയാൾക്കെതിരെ ഓങ്ങിയും അങ്ങനെ പ്രതിരോധം സൃഷ്ടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പടയാളികൾ തോറ്റു, ഈ വന്ന യോദ്ധാവ് ജയിച്ചു. പടച്ചട്ട ഊരി രാജാവിൻ്റെ കയ്യിൽ വീണ്ടും സമ്മാനമായി കൊടുത്തുകൊണ്ട് പറഞ്ഞു, രാജാവേ, യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ പടച്ചട്ട മാത്രം കൊണ്ട് കാര്യമാവില്ല. ആ യുദ്ധത്തിൽ യുദ്ധതന്ത്രജ്ഞതയും ഉണ്ടായെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. യുദ്ധതന്ത്രജ്ഞത ഉണ്ടാവണം. പോരാട്ടം വിജയിക്കണമെങ്കിൽ പ്രാർത്ഥന വേണം. അതോടൊപ്പം തന്നെ ആത്മാവിൻ്റെ വാൾ എന്ന ദൈവവചനവും ഉണ്ടായിരിക്കണം എന്ന് സാരം. പടച്ചട്ട കൊണ്ട് മാത്രം വിജയിക്കാനാവില്ല. യുദ്ധതന്ത്രജ്ഞതയും ചേർത്ത് വയ്ക്കണം. എന്താണത് പറയുന്നത്? പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ നിരന്തരമായ പ്രാർത്ഥനയും അതോടൊപ്പം ദൈവവചനവും കൊണ്ട് മാത്രമേ ജീവിതമെന്ന പോരാട്ടത്തിൽ വിജയം നേടാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. കുഞ്ഞുങ്ങളെ, ഇത് നമുക്ക് വീണ്ടും ഓർത്ത് നമ്മളുടെ മനസ്സിൽ അത് ഒന്നുകൂടെ ഉറപ്പിക്കാം. ജീവിതത്തിൽ പ്രാർത്ഥനയിൽ സ്ഥിരപ്പെടുമ്പോഴേ ഒരു നല്ല പോരാളിയായി ജീവിതമെന്ന പോരാട്ടം വിജയത്തിലെത്തിക്കുവാൻ കഴിയുകയുള്ളൂ. എല്ലാ ദിവസവും ദൈവവചനം വായിച്ചത് മനസ്സിൽ കുറിച്ചു വെച്ച് ലൗകികമായ ഒരുപാട് ആകർഷണങ്ങൾ, ഒരുപാട് ആസ്വാദനങ്ങൾക്കായുള്ള മനസ്സിൻ്റെ ചായ്വുകൾ, ഇതിനെയെല്ലാം നമുക്ക് അതിജീവിക്കുവാൻ പ്രാപ്തമാക്കി തീർക്കുന്നത് ഈ ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാടാണ്. വേദപുസ്തക വായന, നിരന്തരമായ പ്രാർത്ഥന, ഇവ രണ്ടും കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ചും പൈശാചികമായ ധാരാളം ആകർഷണങ്ങളും നമുക്കെതിരായി വരുന്ന ഒരുപാട് പ്രാതികൂല്യങ്ങളുമുണ്ട്. അവയെ അതിജീവിക്കുവാൻ നാം ഈ സ്വായുധ വർഗങ്ങളിൽ പ്രാർത്ഥനയും വേദവായനയും നമ്മൾ കരുതിക്കൊള്ളണം. കുഞ്ഞുങ്ങളെ, ജീവിതം അങ്ങനെ വിജയകരമാക്കി തീർക്കാം. ജീവിതമെന്ന പോരാട്ടത്തിൽ ജയിക്കുവാൻ നമുക്ക് കെൽപ്പ് നേടാം. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും.